ഗണപതിയെ നമഃ. ഓം ഗം ഗണപതിയെ നമഃ. ഓം ഗം ഗണപതിയെ നമഃ. ശ്രീവിനായകനെ ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ് രാമായണ പ്രഭാഷണം എന്നല്ല എന്തും ഭാരതത്തിൽ പൊതുവിൽ തുടങ്ങുക. ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് എന്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ഗണപതിയെ സ്മരിക്കുകയാണ്. നമ്മളെല്ലാം കേൾക്കാറില്ലേ ഗണപതിക്ക് വെച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഗണപതിയെ സ്മരിച്ചുകൊണ്ട് മാത്രമേ എന്തും ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗണപതിയെ ആദ്യം സ്മരിക്കണം എന്ന് പറയുന്നത്? ഗണപതിയെ സ്മരിക്കുമ്പോൾ പ്രഥമ വന്ദിതൻ, ആദ്യം വന്ദിക്കേണ്ടുന്ന ഒരു സാന്നിധ്യമായി യുഗങ്ങളായി ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ്. ഗണപതിയുടെ രൂപം കാണുമ്പോൾ വിദേശത്തുള്ള ആളുകൾ ചോദിക്കാറുണ്ടെന്ന് പോലും, ഇതെന്താ ഒരു പ്രത്യേക തരത്തിലുള്ള രൂപമുള്ള ഒരു ദൈവം, ഈ ദൈവത്തെയാണല്ലോ ഭാരതീയർ ആരാധിക്കുന്നതെന്ന്. മുഖം ആനയെപ്പോലെയും ശരീരം മനുഷ്യൻ്റേതുമായ ഒരു പ്രത്യേക രീതിയിലുള്ള രൂപമുള്ള ഒരു ദൈവം, ഇതെന്താ ഇങ്ങനെ ഒരു ദൈവമെന്ന് പലരും ചോദിക്കാറുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ പൈതൃകമായുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ശ്രീ മഹാഗണപതി എന്നാണ് വിശ്വസിക്കുന്നത്. മഹാഗണപതി എങ്ങനെയാണ് ഈ രൂപം കൈവന്നത്, ഇങ്ങനെയാണോ ജനിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരാളം കഥകളുണ്ട്. ഗണപതിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ കഥകളാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. പലതിലും എഴുതപ്പെട്ടിട്ടുള്ളതും പല നിലയിലാണ്. ഒന്ന്, ഭഗവാൻ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും ഇങ്ങനെ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനകളുടെ ക്രീഡ കണ്ട് അവർക്കും ആനയായി ക്രീഡ നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ക്രീഡ നടത്തി ജനിച്ച കുട്ടിയാണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ജനിച്ച കുട്ടി 1000 ആനകൾക്ക് ഉള്ള കരുത്തുള്ള മനുഷ്യരൂപത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. വളരെ കരുത്തനായ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വളരെ വാത്സല്യത്തോടുകൂടി തന്നെയാണ് അച്ഛനും അമ്മയും വളർത്തിയത്. ജ്യേഷ്ഠൻ സുബ്രഹ്മണ്യവും വളരെ സ്നേഹത്തോടെ തന്നെയാണ് ആ ബാലനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം ഈ ബാലൻ വളർന്നു വരുവേ വളരെ കരുത്തനായതുകൊണ്ട് കുസൃതികൾ ധാരാളം കാണിക്കുമെന്നുള്ളതുകൊണ്ട് പലരും ഈ ബാലനെ ഒരു കുസൃതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരൻ, ബഹളക്കാരൻ എന്നൊക്കെയാണ് പലരും നോക്കിക്കണ്ടത്. ഒരിക്കൽ കുഞ്ഞായിരിക്കുമ്പോൾ കുബേരൻ കൈലാസത്ത് വന്നു. കൈലാസത്ത് വന്നപ്പോൾ ഈ കുഞ്ഞവിടെ കണ്ടതിനൊക്കെ ബഹളം വയ്ക്കുന്നു ആഹാരത്തിന് വേണ്ടി. അതും ഇതുമൊക്കെ ആയിട്ടെടുത്ത് ആഹാരം. കുബേരനൊരു സംശയം, കുബേരൻ വലിയ സമ്പന്നനാണല്ലോ, എല്ലാ സമ്പത്തിൻ്റെയും ഉടമയും കുബേരനാണല്ലോ. അപ്പോൾ കുബേരനൊരു ആഗ്രഹം തോന്നി, എന്താ ഈ കുഞ്ഞിങ്ങനെ
ആവശ്യം പോലെ ആഹാരം കിട്ടാതെ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു നന്നായിട്ട് വയറ് നിറയെ ആഹാരം കൊടുക്കണമല്ലോ എന്ന് കരുതി ഈ കുഞ്ഞിനെ ആഹാരം കഴിക്കാൻ വിളിച്ചു കുബേരൻ്റെ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ വലിയ സൗകര്യമൊക്കെ ഒരുക്കി ഈ കുഞ്ഞിനെ ആഹാരം കഴിക്കാൻ കുബേരൻ വിളിച്ചു. ഈ കുഞ്ഞ് വിനായകൻ അന്ന് അവിടെ ചെന്നു. അവിടെ ചെന്ന് ആദ്യം വിളമ്പി ആഹാരമൊക്കെ കഴിച്ചു, വീണ്ടും വിളമ്പി കൊണ്ടുപോകാൻ ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ട്. അപ്പോൾ കുബേരൻ അവിടെ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കഴിച്ചു തീർന്നു. വീണ്ടും കൊണ്ടുപോകാം അവിടെ കിട്ടിയതൊക്കെ എടുത്ത് കഴിച്ചു, കൊണ്ടുപോകാൻ. അവസാനം ആഹാരമില്ലാതായപ്പോൾ കണ്ട ഈ വസ്തുവകളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കുബേരൻ അവിടെ ആഹാരമില്ലാതെ കുബേരൻ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കുബേരനെ പിടിച്ച് തിന്നും എന്ന നിലയിലേക്ക് തീരുമാനിച്ചു. കുബേരനെ പിടിക്കാൻ ഓടിച്ചു. കുബേരൻ ഓടി ഭയന്നോടി, ജീവനും കൊണ്ട് ഓടി നേരെ കൈലാസത്തെത്തി ശ്രീപരമേശ്വരൻ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രക്ഷിക്കണം, പറ്റിയ അബദ്ധം. അപ്പോൾ ശ്രീപരമേശ്വരൻ ഒരു പഴമെടുത്ത് വിനായകന് കൊടുത്തു. അപ്പോൾ കഴിച്ചതെല്ലാം ഛർദ്ദിച്ചു. അപ്പോൾ ഈ പാത്രമൊക്കെ മടക്കി കിട്ടി എല്ലാം കൂടെ കുബേരൻ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ആ നിലയിലൊരു കുസൃതിയാണ് വിനായകൻ, ഗണപതി എന്ന വിനായകൻ. ആ ഇടയ്ക്കാണ് ശ്രീപാർവതി ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോൾ ഗണപതിയെ അവിടെ കാവൽ നിർത്തിയിരുന്നു, ആരെയും കടത്തിവിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ പലരും വന്നു അവിടെ ശ്രീപാർവതിയെ കാണാനായിട്ട്. അപ്പോൾ അവരെയൊന്നും കടത്തിവിട്ടില്ല. അപ്പോഴാണ് ശ്രീപരമേശ്വരൻ വരുന്നത്. ശ്രീപരമേശ്വരൻ വരുമ്പോൾ ശ്രീപരമേശ്വരനെ കടത്തിവിട്ടില്ല. അച്ഛനാ തടഞ്ഞു. അപ്പോൾ തടഞ്ഞ അച്ഛനുമായിട്ട് പോര് തുടങ്ങി. യുദ്ധം ആരംഭിക്കുന്ന നിലയിലേക്ക് അന്തരീക്ഷം മാറി. ശ്രീപരമേശ്വരൻ ക്രുദ്ധനായി, വളരെ പെട്ടെന്ന് ക്രുദ്ധനായി. തന്നെ പുത്രൻ തടഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വല്ലാതെ കോപിഷ്ഠനായി ശ്രീപരമേശ്വരൻ. പെട്ടെന്ന് ശ്രീപരമേശ്വരൻ ശൂലമെടുത്ത് വീശി വിനായകന്റെ കഴുത്തറുത്ത് ശ്രീപരമേശ്വരൻ മടങ്ങിപ്പോയി. ശ്രീപാർവതി ഇത് അറിയുന്നു. ശ്രീപാർവതി ഇത് അറിയുമ്പോൾ രോഷാഗ്നി കൊണ്ട് ശ്രീപാർവതി ഉറഞ്ഞ് ചുള്ളാൻ തുടങ്ങി. ഭയങ്കരമായി ലോകം കീഴ്മേൽ മറിയുന്ന പോലെ ലോകം വിറച്ചു. ശക്തിയാണ്, പരാശക്തിയുടെ പ്രതിരൂപമാണ് ശ്രീപാർവതി. ശക്തി വല്ലാണ്ട് പ്രകോപിതമായി ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞ സകല ലോകങ്ങളും, ദേവലോകവും എല്ലാ ലോകവും നശിക്കുമെന്നുള്ള നിലയിലേക്കുള്ള ശ്രീപാർവതിയുടെ പ്രതികരണം. അപ്പൊ ശ്രീപാർവതിയെ തണുപ്പിക്കാൻ എന്തെങ്കിലും മാർഗം വേണം. എല്ലാ ദേവഗണങ്ങളും, എല്ലാ ദേവന്മാരും, സകലരും ശ്രീപാർവതിയുടെ മുന്നിലെത്തി. അവസാനം വിനായകനെ പുനരുജ്ജീവിപ്പിക്കുവാനും തല വയ്ക്കുവാനും തീരുമാനിച്ചു. അപ്പം തല എങ്ങനെ വെട്ടിയ തല എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. വടക്കോട്ട് പോയി ആദ്യം കാണുന്ന ജീവിയുടെ തലയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വടക്കോട്ട് പോകുമ്പോൾ കണ്ട ഒരു ആനയാണ്. ആനയുടെ തല അറുത്ത് കൊണ്ടുവന്ന ആ തല വിനായകൻ്റെ തലയായി വെച്ചു. അങ്ങനെയാണ് ഗണപതിയുടെ രൂപം കൊള്ളുന്നത്. ഗണപതിയുടെ ആനയുടെ മുഖം ഗജമുഖൻ ആയി മാറുന്നത്. ഈ തല വെച്ചത് മാത്രമല്ല, അവിടെ കൂടിയ എല്ലാ ദേവഗണങ്ങളും, ദേവന്മാരും അവർ അവരുടേതായ ഓരോ വരങ്ങൾ നൽകാൻ തുടങ്ങി. ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത കരുത്തിൻ്റെ പ്രതീകമായി ഗണപതി മാറി. സർവ്വലോകങ്ങളിലും ശക്തനായ, പ്രഥമ വന്ദിതനായ
ഒരു സാന്നിധ്യമായി എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും എല്ലാ യാഗങ്ങൾക്കും എന്തിനും പ്രഥമമായി വന്ദിക്കേണ്ടത് ഗണപതിയാണ് എന്ന് ശ്രീ പരമശിവനും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഒന്നിച്ചു ചേർന്ന് വരുന്നത് അവർ കൽപ്പിച്ചു. അപ്പോൾ ശ്രീഗണപതിയെ വന്ദിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഒന്നാമത് വന്ദിക്കുന്ന ഒരു വിശ്വാസമായി മാറി. ഗണപതിയെ വന്ദിക്കുക, മഹാഗണപതിയെ വന്ദിക്കുക. ഗണപതിയുടെ പല രൂപങ്ങളുണ്ട്. ഗണപതി നൃത്തം ചെയ്യുന്നത്, ബാലഗണപതി, പല നിലയിലുള്ള ഗണപതിയുടെ രൂപങ്ങളുണ്ട്. വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിലുള്ള ഗണപതിയെ നാം പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി ഭാരതത്തിൽ സ്ഥാപിക്കപ്പെട്ട പല ക്ഷേത്രങ്ങളും പല വിശ്വാസങ്ങളുമാണ്. അങ്ങനെയാണ് ശ്രീ മഹാഗണപതി പ്രഥമ വന്ദിതനായി മാറുന്നത്. പ്രഥമ വന്ദിതനായ ഗണപതിയെ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ എന്ത് പ്രവൃത്തിയും ഭാരതത്തിൽ പൊതുവിൽ യുഗങ്ങളായി ചെയ്യുകയുള്ളൂ. അതുതന്നെയാണ് രാമായണം പറയുമ്പോഴും മറ്റെന്തെങ്കിലും പറയുമ്പോഴും ഒക്കെ തന്നെ ആദ്യം ഗണപതിയെ സ്തുതിക്കണം, ഗണപതിയെ ധ്യാനിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് വിശ്വാസികളുടെ കാര്യമാണ്. ഭാരതത്തിൽ ഈ സംസ്കാരത്തിൽ യുഗങ്ങളായി വിശ്വാസത്തിന് തകർച്ചയൊന്നുമില്ല. ഗണപതിക്ക് ഇതൊരു വിശ്വാസ തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗണപതിയെ സ്മരിച്ചുകൊണ്ടാണ് ഈ രാമായണ പ്രഭാഷണം ഈ വർഷം നടത്താൻ ആഗ്രഹിക്കുന്നത്.